എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പല ആളുകളോടും സ്നേഹം തോന്നും. ചില ആളുകൾക്കൊക്കെ അത് ശരിയായി വരികയും ചെയ്യും, ചില ആളുകൾക്ക് അതൊന്നും കിട്ടാതെ പോവുകയും ചെയ്യും. അങ്ങനെയുള്ള ആളുകൾക്ക്, ചില ആളുകൾക്ക് നല്ല ആഗ്രഹിച്ചിട്ടും കിട്ടാതെ പോകുന്ന ആളുകൾക്ക് ആ വ്യക്തിക്ക് നമ്മളോട് സ്നേഹം തോന്നാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നടന്നു കിട്ടും. പിന്നെ പല ആളുകളും ഉണ്ട്, സ്നേഹം ആയതിനു ശേഷം പല കാരണങ്ങൾ കൊണ്ടും വഴക്കിട്ട് പിരിഞ്ഞു പോകുന്നവരും, ഒരു കാരണവുമില്ലാതെ തന്നെ ഒഴിവായി പോകുന്നവരും, പല കുറ്റങ്ങളും പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോയാൽ മതി, ഇപ്പോൾ ആ പഴയ സ്നേഹമില്ല എന്ന അവസ്ഥയിലൊക്കെ ഉള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഇന്ന് പറയുന്നത്, നമുക്കൊരാളോട് ഇഷ്ടമുണ്ട്, പക്ഷെ ആ വ്യക്തിക്ക് അതേ രീതിയിൽ നമ്മളോട് ഇഷ്ടമില്ല, അതല്ലേ ആ വ്യക്തിക്ക് അത് അറിയ പോലും ഇല്ല. അങ്ങനെയുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചൊക്കെ സ്നേഹമുള്ള വ്യക്തി പക്ഷെ അത് അധികം സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല, കാണിക്കുന്നില്ല, അത് സ്നേഹമാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു കുപ്പിയെടുത്ത്, ചില്ലിൻ്റെ കുപ്പിയെടുക്കുക. ആ കുപ്പിയെടുത്ത് അതിൽ കുറച്ച് ഇന്ദുപ്പ് ഇടുക. ഒരു ചെറിയ കുപ്പി മതി. ആ കുപ്പിയുടെ ഒരു കാൽ ഭാഗം ഇന്ദുപ്പ് ഇടുക ആ കുപ്പിക്ക് ഉള്ളിലേക്ക്. എന്നിട്ട് ഒരു പേപ്പറിൽ ഈ വ്യക്തിയുടെ പേരെഴുതുക. അത് കറുപ്പ് മഷി അല്ലാത്ത ഏത് മഷി കൊണ്ടും നമുക്ക് ആ പേരെഴുതാവുന്നതാണ്. ആ കുപ്പിക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു പേപ്പറിൻ്റെ കഷ്ണം എടുക്കേണ്ടതുള്ളൂ. വലിയ കുപ്പിയുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് പരമാവധി പോയാൽ നമ്മുടെ കൈപ്പത്തിയുടെ വലുപ്പം, അതിൻ്റെ ഉള്ളിലുള്ള വലുപ്പം, കൈപ്പത്തിയേക്കാൾ വലിയ കുപ്പി ആവരുത്. കൈപ്പത്തിയേക്കാൾ ചെറിയ ഇതായിരിക്കണം. ഒരു കൈപ്പത്തിയുടെ ഒരു പകുതി അല്ലെങ്കിൽ ഒരു 1/4 ഭാഗമൊക്കെ വരുന്ന പരമാവധി പോയാൽ അത്രയുള്ളൊരു കുപ്പിയെ എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ആ കുപ്പിക്കുള്ളിലാണ് 1/4 ഭാഗം ഇന്ദുപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഒരു പേപ്പറിൽ കറുപ്പ് മഷി ഒഴികെയുള്ള മറ്റേത് മഷി കൊണ്ടും ആ വ്യക്തിയുടെ പേരെഴുതിയിട്ട് ആ കുപ്പിക്കുള്ളിലേക്ക് ഇടുക. ചുരുട്ടി അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടാൽ മതി. എന്നിട്ടത് മൂടിയിട്ട് അതിൻ്റെ വായ് ഭാഗത്ത് ഒരു ചരട് കൊണ്ട് കെട്ടുക. എന്നിട്ട് ഈ ചരട് കൊണ്ട് കെട്ടിയതിന് ശേഷം ഈ കുപ്പി നമ്മൾ എവിടെയെങ്കിലും കെട്ടിയിടണം. കെട്ടിയിടുക പറഞ്ഞാൽ തൂക്കിയിടണം, തൂക്കിയിടണം. അതൊരു ഭാഗത്ത് കൊണ്ടുപോയി വെക്കരുത്, അതെവിടെയെങ്കിലും കെട്ടി തൂക്കിയിടണം. അങ്ങനെ കെട്ടി തൂക്കിയിടുക എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ വീടിൻ്റെ ഉള്ളിൽ തന്നെ പറ്റുന്ന സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കെട്ടി തൂക്കിയിടാം. ആരും അറിയാത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ വീടിൻ്റെ ജനലിൻ്റെ കമ്പിയുടെ മുകളിലോ, അതല്ലെങ്കിൽ അതുപോലെ ആരും കാണാത്ത സ്ഥലത്തായിരിക്കുന്നത് ഒന്നുകൂടി നല്ലത്. നമ്മൾ തനിച്ചുള്ള വീടാണെങ്കിൽ ജനലിൻ്റെ കമ്പിയുടെ മേലൊക്കെ കെട്ടിയിടാൻ പറ്റും. അതല്ല ആരെങ്കിലും കാണുന്ന ഇതൊക്കെ ആണെങ്കിൽ വീടിന് പുറത്ത് തന്നെ നമ്മുടെ വീടിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിൽ ചെറിയ മരങ്ങൾ, ചെടികൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ കൊണ്ടുപോയി കെട്ടിയിടാം. അങ്ങനെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നടന്നു കിട്ടും. അത് ചെയ്യേണ്ടത് രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. രാവിലെ ഇത് എന്നാണോ ചെയ്യുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കഴിഞ്ഞിട്ട് ഈ കാര്യം ചെയ്യുക. അങ്ങനെ ഇത് കൊണ്ടുപോയി കെട്ടിയിടുക. കെട്ടിയിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ പെട്ടെന്ന് തന്നെ നടക്കും. ഒരു സംശയം വേണ്ട, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ പെട്ടെന്ന് തന്നെ നടക്കും. പിന്നെ ആ ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടേതായ ജീവിത സാഹചര്യങ്ങളുമായി ഇടപഴകുന്ന, പൊരുത്തപ്പെടുന്ന വ്യക്തികൾ നമുക്ക് ലഭിക്കും എന്ന് നമുക്ക് തന്നെ വിശ്വാസമുള്ളവരായിരിക്കണം. നമുക്കത് പറ്റും എന്നുള്ളത്. അതല്ലാതെ നമ്മളിപ്പോൾ ഇത് ചെയ്താൽ കിട്ടുമെന്നാൽ ഏതെങ്കിലും വലിയൊരാളെ നോക്കാം, നമ്മളെക്കാൾ ഒത്തിരി കിട്ടാൻ സാധ്യതയില്ലാത്ത ആളുകളെ നമുക്ക് ശ്രമിക്കാം. ആ രീതിയിൽ ശ്രമിച്ചാലൊന്നും നടക്കില്ല. നമുക്ക് മനസ്സുകൊണ്ട് ഇഷ്ടം തോന്നി നമുക്കത് യോജിക്കും, ജീവിതത്തിൽ അത് നമ്മളുടെ കുടുംബവുമായി അല്ലെങ്കിൽ നമ്മളുമായി ചേരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന വ്യക്തിയായിരിക്കണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം ഉറപ്പായിട്ടും നടക്കും. നിങ്ങളിത് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുക. ഒരു സംശയമില്ലാത്ത രീതിയിൽ
ചെയ്യുക. ഇത് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്രയും ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കേണ്ടത്, രാവിലെ എഴുന്നേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയേണ്ടതുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രണയത്തെക്കുറിച്ച് എങ്ങനെയും ശരിയാക്കണം എന്നറിയേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.